കൊച്ചി കപ്പൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ മീറ്റിംഗ് ഉടൻ ചേരും. കപ്പൽ അപകടത്തെ തുടർന്നുണ്ടാകുന്ന മലിനീകരണ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യും. അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കൊച്ചി കപ്പൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ മീറ്റിംഗ് ഉടൻ ചേരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കും അതിലൊരു വിശകലനം നടക്കുക? ഒരു ദുരന്തമായി തന്നെ ഈ കപ്പൽ ദുരന്തത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികളൊക്കെ തന്നെയും ഇപ്പോൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സാമൂഹ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. കാരണം ഈ കണ്ടെയ്നറിലുള്ള രാസവസ്തുക്കൾ അത് പുറത്തേക്ക് എത്തിയാൽ അല്ലെങ്കിൽ പുറം നിന്നും തീരത്തേക്കണഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്തത്. എന്തായാലും കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ നേവിയുടെ നേതൃത്വത്തിൽ കൃത്യമായ പരിശോധനകൾ ആ അപകടമുണ്ടായ മണിക്കൂർ മുതൽ തന്നെ ഇപ്പോഴും നടന്നു വരികയാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഈ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കരയിലേക്ക് അടിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു പ്രധാനപ്പെട്ട യോഗം കൂടി കോസ്റ്റ് ഗാർഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിലവിൽ മലിനീകരണം അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വേണ്ട മുൻകരുതൽ നടപടികളൊക്കെ തന്നെ വിശദമായി എടുക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ യോഗം ചേരും. ഓൺലൈനായി ആയിരിക്കും മിക്കവാറും യോഗം ചേരാനുള്ള സാധ്യത എന്നാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും വിശദമായി തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും തീരുമാനം. ഈ അപകടമുണ്ടായ ആ നിമിഷം മുതൽ തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി കൃത്യമായ ഒരു ഇടപെടൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ കൃത്യമായി രക്ഷിക്കുന്നതിനും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളിലേക്ക്, കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെ കോസ്റ്റ് ഗാർഡ് മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ സുരക്ഷാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ് ഇനി വരാനിരിക്കുന്ന മലിനീകരണ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു നടപടിയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു നടപടിയിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും തീരുമാനം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലിനീകരണം തന്നെയാണ്. മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് കൃത്യമായി പഠിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കർമ്മപദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കോസ്റ്റ് ഗാർഡ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മലിനീകരണം തന്നെയാണ് ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. ഇത് എങ്ങനെ തടയാം, മനുഷ്യനും പ്രകൃതിക്കും ദോഷമില്ലാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചർച്ച ചെയ്യുന്നത്. രോഹിണി, ശരി. കപ്പൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ മീറ്റിംഗ് ഉടൻ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇതിൽ ചർച്ചയാകും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.